എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് മുന്നിൽ എടുക്കാൻ രണ്ട് തീരുമാനങ്ങളുണ്ടാവും. ഒന്നുകിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി തോൽവി സമ്മതിച്ച് ഒതുങ്ങി മാറി നിൽക്കാം, അതല്ലെങ്കിലോ ഫൈറ്റ് ചെയ്യാം. ഇതിലേതാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ലാഭമല്ല, നല്ല നഷ്ടമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തീരുമാനങ്ങൾ എടുക്കാം. ഒന്നുകിൽ ഈ പരിപാടി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് മുതൽ മുടക്കുകളുണ്ടാവും അല്ലേ. ഒരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മെഷീനറീസും മറ്റു കാര്യങ്ങളുണ്ടാവും. ഒരു ഷോപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ വിറ്റ് തീർത്തിട്ട് കുറേ കടങ്ങളും ബാധ്യതകളൊക്കെ തീർത്തിട്ട് ഈ പരിപാടി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതല്ലെങ്കിലോ എന്താണോ നമ്മുടെ പ്രശ്നം അത് മനസ്സിലാക്കി ഫൈറ്റ് ചെയ്ത് ഈ നഷ്ടത്തെ എങ്ങനെയാണ് നമുക്ക് ലാഭമാക്കി മാറ്റാൻ പറ്റുക എന്ന് ചിന്തിച്ച് ശക്തമായിട്ട് നമുക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടെ കരുത്തോടെ നമുക്ക് പരിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രണയം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരുപാട് വർഷക്കാലം നിങ്ങൾ പ്രണയിച്ചു. ഒരു ദിവസം നിങ്ങളോട് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പറയുകയാണ് ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന്. സ്വാഭാവികമായിട്ട് മാനസികമായിട്ടുള്ള വലിയ തകർച്ച, സങ്കടങ്ങൾ, സമ്മർദ്ദങ്ങൾ ഒക്കെ ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഇനി ജീവിതത്തിൽ പ്രണയിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. പല ആളുകളും ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ച ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം അല്ലേ. പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഒരു തീരുമാനം, എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അതല്ലെങ്കിലോ നമ്മളെ അവഗണിച്ചവർക്ക് മുന്നിൽ, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന മാനസികാവസ്ഥയോടുകൂടി നമ്മളെ ജീവനതുല്യം സ്നേഹിക്കാൻ കഴിയുന്ന, നമ്മളെ ജീവനതുല്യം സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിച്ച് ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. ഇനി PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ജോലി കിട്ടിയ ആളുകളുണ്ട്, പാതി വഴിയിൽ ഉപേക്ഷിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് തീരുമാനങ്ങൾ എടുക്കാം. കുറേ പഠിച്ചു, ഇനി ഈ പരിപാടി മുന്നോട്ട് പോകില്ല, നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കണം എന്ന് പറഞ്ഞ് ആ പഠനമൊക്കെ നിർത്തിയിട്ട് മറ്റു വഴികളിലേക്ക് സഞ്ചരിച്ച ആളുകളുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന തീരുമാനത്തോടെ, ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോയി വിജയിച്ച ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? രണ്ട് തീരുമാനങ്ങളാണ് ഏത് പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് എടുക്കാനുണ്ടാവുക. ഇതിലേത് തീരുമാനം നമ്മൾ എടുക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു രൂപമായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ജീവിതത്തിൽ നമ്മൾ ഏത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കലാണ്. എളുപ്പം നമുക്കെല്ലാം അവസാനിപ്പിക്കൽ തന്നെയാണ്. ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ ഇനി ആ പ്രശ്നം ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ എന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കുന്നതാണ് പലപ്പോഴും വളരെ കംഫർട്ടബിൾ സോൺ. അതാണ് അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം അത് അവിടെ വെച്ച് അവസാനിച്ചു. മറിച്ച് രണ്ടാമത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് ഇതിനെ മറികടന്ന് സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ജീവിതത്തെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. റിസ്ക് വളരെ വലുതാണ്. കാരണം നിലവിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ മറികടന്നിട്ട് വേണം നമുക്ക് വീണ്ടും ഒരു വിജയം ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? വളരെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നിമിഷമോ ജീവിതമോ ആയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് ശരിക്കും പരാജയപ്പെട്ടോടാനല്ല, അതിലപ്പുറം പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ട് നമുക്ക് വിജയിക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പല ആളുകൾക്കും അത് സാധിക്കാതെ പോകുന്നത്? നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പാതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ലക്ഷ്യം ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് അല്ലേ. എന്നാൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ.
ഇവിടെ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി, ഏതൊരു ലക്ഷ്യമാണെങ്കിലും, ഇപ്പോൾ പറഞ്ഞ ഈ 3 ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? ഇന്ന രീതിയിൽ അതിനെ വളർത്തി വലുതാക്കുക എന്നത് ഒരു ലക്ഷ്യമാണ്. ഒരു പ്രണയം ആരംഭിക്കുമ്പോൾ അത് ഒരു ജീവിതമാക്കണമെന്നും പിന്നീട് വളരെ സന്തോഷത്തോടെ ഒരു സംതൃപ്തിയുള്ള ഒരു ജീവിതം രൂപപ്പെടുത്തണമെന്നും തീർച്ചയായിട്ടും ഒരു പ്രണയത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു പരീക്ഷയ്ക്ക് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാത്തിനും ലക്ഷ്യമുണ്ട്, ലക്ഷ്യങ്ങളില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓടുമ്പോൾ 2 കാര്യങ്ങളിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഒന്ന്, നമ്മൾ എവിടെ തുടങ്ങുന്നു എന്നുള്ളതിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. 2, നമുക്ക് എവിടെ എത്തിച്ചേരണം എന്നതിനെക്കുറിച്ചും ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഇല്ലാത്തത് എന്തിനാണ്? ഇതിനിടയിലുള്ള ഒരു യാത്രയുണ്ടല്ലോ, അതായത് തുടക്കത്തിൽ നിന്ന് നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ യാത്ര ചെയ്തത് ആ ലക്ഷ്യം വരെ ഏത് വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ളത്, ആ സഞ്ചാര പാതയെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി എത്രത്തോളം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവോ അത്രത്തോളം എളുപ്പമായിരിക്കും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അത്രത്തോളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ കുറവായിരിക്കും ഈ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ നിന്ന് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്, ദൂരെ ഒരു സ്ഥലത്ത് പോവുകയാണ്, യാത്ര ചെയ്ത് പോവുകയാണ്. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുപോലെ തന്നെ എവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട്. എന്നാൽ ഏത് വഴിയിലൂടെയാണ് അവിടെ എത്തിച്ചേരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഗൂഗിളൊക്കെ നോക്കും അല്ലേ? പക്ഷേ ഗൂഗിളും പണി പറ്റിക്കും ചിലപ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വഴിയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അന്വേഷിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അല്ലെങ്കിലോ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാലായിരിക്കും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മുന്നോട്ട് പോയ വഴി തെറ്റാണ് എന്ന്. അപ്പോൾ തെറ്റായ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയായ വഴികളിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാനാവും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചും തെറ്റുകൾ തിരുത്തിയുമൊക്കെയാണ് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിയായ വഴി ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളതിന് മുതിരാറില്ല. ഒരു പരാജയം സംഭവിക്കുമ്പോൾ, ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അത് അവിടെ വച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ പല തെറ്റുകളും സംഭവിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടക്കാതെ പോകുന്നത്. ഒരു ബിസിനസ് തുടങ്ങി നഷ്ടത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി പ്രോപ്പറല്ല, അത് തെറ്റായ വഴിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സിഗ്നലാണ്. അപ്പോൾ ശരിയായ വഴി എവിടെയോ മറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ വഴികൾ കണ്ടെത്തി നമുക്ക് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഈ നഷ്ടത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭമാക്കി മാറ്റാനും ജീവിതത്തിൻ്റെ തലവര നമുക്ക് മാറ്റിയെഴുതാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഒരു പ്രശ്നം മുന്നിലേക്ക് വരുമ്പോൾ പിന്തിരിഞ്ഞോടാനല്ല, മറിച്ച് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ്. അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാനാവുക. നമ്മുടെ സമൂഹത്തിലെ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കിയ ഏതൊരാളെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഒരുപാട് പരാജയപ്പെട്ടിട്ടാണ് പിന്നീട് പരാജയപ്പെടാത്ത ഒരു വ്യക്തിയായി മാറിയിട്ടുള്ളത്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും തിരിച്ചറിവുകൾ നേടിയെടുക്കുകയും അതിലൂടെ തൻ്റെ വിജയവഴി ഏതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് എല്ലാ ആളുകളും ജീവിതത്തിൽ സക്സസ് ആവുന്നത്. അപ്പോൾ ഒന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറാതിരിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ വലിയൊരു മോഹമാണ്, ഒരു സ്വപ്നമാണ് നമ്മൾ പേറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം കാണുന്നത് വരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെയും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നിരന്തരമായ പരിശ്രമത്തിൻ്റെ, അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെ, പതറാത ഒരു കാൽവെപ്പിൻ്റെ ഒക്കെ ഒരു ചരിത്രം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്തിരിഞ്ഞോടാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏത് പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. താങ്ക് യു.